ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 4 പേരും കൂടി ഒരു 1 ഡേ ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഇപ്പോൾ സമയം ഏകദേശം 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ മാമച്ചനെയും നിതനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ എങ്ങോട്ടാ എന്താന്നൊക്കെ ഉള്ളത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ കാണാം. മാമച്ചനെയും നിതനെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മളിത് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി വഴിയാണ് ഊട്ടിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. വഴിയിൽ ഇത് കുറിക്കാനൊക്കെ കുറേ ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി തുടങ്ങിയപ്പോഴാണ് ഏകദേശം കുറച്ച് ഏരിയയിൽ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഇനി ആരെങ്കിലും അങ്ങനെ അട്ടപ്പാടി വഴി ഊട്ടിയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഏരിയ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ നല്ല രസമുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് പോവാന്നുള്ള. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് തന്നെ പോയി നമ്മൾ തിരിച്ചു പോരും. അട്ടപ്പാടി വഴി ഊട്ടിയിലേക്കൊരു അതൊരു വല്ലാത്തൊരു മനോഹരമായ ഒരു യാത്രയാണ്. നമ്മൾ കുറേ ദൂരം പോയതിനു ശേഷം പിന്നെ ഇസൂന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു നല്ല സ്പോട്ടിൽ നിർത്തി കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പതിയെ കുറേ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോ ആയിട്ടാണ് പോയിരുന്നത്. നമുക്ക് അങ്ങനെ ഭയങ്കര അർജൻറ്റായിട്ട് അവിടെ എത്തണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര റിലാക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഡ്രൈവ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ ഒന്നാമത് ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അതൊരു വേറെ വൈബാണല്ലോ. പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളിത് നൊങ്ക് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പോയതിനു ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. റൈസ് ഭയങ്കര കുറഞ്ഞിട്ട് ചിക്കനും മുട്ടയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കയറി കുറച്ച് പോയതിനു ശേഷം പിന്നെ നമ്മളിങ്ങനെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് കണ്ടപ്പം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ കാട്ടിലോട് യാത്ര പോയി തേയിലത്തോട്ടം വന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ് ഹങ്കർ ഫോർട്ട്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഏരിയ വരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു പഴയ ബംഗ്ലാവാണ് കേട്ടോ അത്. ഊട്ടി ടൗൺ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് ഈ ഒരു സ്പോട്ടിലേക്കുള്ള റോഡ് വരുന്നത്. ഇങ്ങനെ ഒരു ഉള്ളിലോട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് 100 രൂപയായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. വേർത്താണോ എന്ന് ചോദിച്ചാൽ 100 രൂപക്കുള്ളതൊന്നുമില്ല, പക്ഷേ ഒരു അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആയിരുന്നു. അതിന് ചുറ്റും ഫുള്ള് തേയിലത്തോട്ടവും പിന്നെ നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ചുറ്റിലും വരുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മുളത്തിൻ്റെ പാലത്തിലൂടെയാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മളിപ്പോ ഊട്ടിയിൽ തന്നെ സംഭവം നിൽക്കറിയ കേട്ടോ. ഹങ്കർ ഫോർട്ട് എന്നാണ് പറഞ്ഞ് അവിടുന്ന് പൈസ എന്ത് കൊടുത്ത് കയറി കിട്ടും. 25 ഒന്നും കൊടുക്കാനും കയറാ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നടക്കണേ. ആരെങ്കിലും ഊട്ടിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോയിക്കോളൂ. അടിപൊളി ക്ലൈമറ്റ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഇന്ന് പോരണോ എന്ന് സംശയമായിരുന്നു, കാരണം അത്രയ്ക്ക് അടിപൊളി ക്ലൈമറ്റ് ആണ്. എല്ലാവർക്കും സ്റ്റേ ചെയ്താലോ എന്നുണ്ടായിരുന്നു, കാരണം നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഈവനിങ് ഒക്കെ ആയി എത്തിയപ്പോഴേക്കും, പക്ഷെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കോടയും അടിപൊളിയായിരുന്നു.
തണുപ്പായതുകൊണ്ട് തന്നെ ഊട്ടി ടൗണിൽ എത്തിയപ്പോൾ നമ്മൾ നേരെ പോയത് ഒരു ചായക്കടയിലോട്ടാണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് എല്ലാവരും ഓരോ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ കഴിക്കാൻ നമ്മൾ അവിടുത്തെ ജാഗരിയും കേക്കും ഒക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനിതിൽ കാണിക്കാം. ഇത് നമ്മൾ കണ്ടപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ഒരു കേക്ക് ലവർ അല്ല, അങ്ങനെ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കിയൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇത് കിഡിലനായിരുന്നു. നമ്മൾ ചുമ്മാ എടുത്ത സമയത്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു. പക്ഷെ നമ്മൾ ഒരു പീസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് തോന്നി. ഈ തണുപ്പത്ത് കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ നല്ല അടിപൊളി തണുപ്പത്ത് നമ്മൾ നല്ല കോഫിയും കേക്കും ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്പോട്ടിൽ പോയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊരു നൈറ്റ് വ്യൂ കാണുന്ന സ്ഥലത്ത് കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക ചെയ്തത്. പിന്നെ നമ്മൾ വിചാരിച്ചു നേരെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിക്കാമെന്ന്, കാരണം നമുക്ക് ഇന്ന് തന്നെ എന്തായാലും പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഇതേപോലെ റീൽസിലൊക്കെ കണ്ടിട്ട് ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി നമുക്ക് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും നിതയും ഒബ്വിയസ്ലി ഫ്രൈഡ് റൈസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഞാനും നിതയൊക്കെ ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.